സ്വകാര്യ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ ശ്രീറാം ഫിനാൻസിനെതിരെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ വ്യാപക പരാതി. ഉപഭോക്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അനധികൃത വായ്പകൾ അനുവദിച്ചെന്നാണ് ആരോപണം. റിപ്പോർട്ട് കാണാം. ഉപഭോക്താക്കളുടെ സിബിൽ സ്കോറിൽ ഗണ്യമായ ഇടിവ് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് സ്വകാര്യ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ ശ്രീറാം ഫിനാൻസ് സംശയത്തിന്റെ നിഴലിലായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇടപാടുകാർ അറിയാതെ ലക്ഷക്കണക്കിന് രൂപയുടെ അധിക വായ്പ അനുവദിച്ച് തട്ടിപ്പ് നടത്തിയതായി ആരോപണമുയർന്നു. സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ചിരുന്നവരടക്കം പരാതിയുമായി രംഗത്തെത്തി. തങ്ങൾ അറിയാതെയാണ് തങ്ങളുടെ പേരിൽ അധിക വായ്പകൾ അനുവദിച്ചതെന്നാണ് ഇവരുടെ പരാതി. വയനാട്ടിലെ കൽപ്പറ്റ, മാനന്തവാടി, പനമരം ശാഖകളിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ വിവിധ ശാഖകളിൽ നിന്നുമാണ് പരാതി ഉയർന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വായ്പാ ഗ്യാരണ്ടർമാരായിരുന്നവരും ബാങ്കുമായി ബന്ധമില്ലാത്തവരും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗ്യാരണ്ടറായി നിന്ന തന്റെ രേഖകൾ ഉപയോഗിച്ച് നിലവിൽ 5 ലക്ഷം രൂപയുടെ ഒരു വായ്പ അനധികൃതമായി എടുത്തതായി VO വിജയകുമാർ പരാതിപ്പെട്ടു. 2018 തന്റെ പേരിൽ 4.25 ലക്ഷം രൂപയുടെ മറ്റൊരു വായ്പ എടുത്തിരുന്നുവെന്നും ഇത് 2021 ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2015 ഒരു സുഹൃത്തിന് വേണ്ടി വിജയകുമാർ ഗ്യാരണ്ടറായി നിന്നത്. 2015 ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ജാമ്യം തന്നിട്ടുണ്ടായിരുന്നു ഒരു വായ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരത് 2018 അടിച്ച് ക്ലോസ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് കൊടുത്ത രേഖകൾ വെച്ചിട്ട് ഇവർ പിന്നെയും ലോൺ അപ്ലൈ ചെയ്തിട്ട് ആക്കി നമ്മളറിയാതെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. സമാനമായ ഒട്ടനേകം പരാതികളും ഉയർന്നു വരികയാണ്. അതേസമയം ആരോപണങ്ങൾ ശ്രീറാം ഫിനാൻസ് അധികൃതർ തള്ളിക്കളഞ്ഞു. സാങ്കേതിക തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. സെർവർ പിശക് മൂലമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് ശ്രീറാം ഫിനാൻസിന്റെ വയനാട് റീജിയണൽ മാനേജർ ലിജു പറഞ്ഞു. കമ്പനീൻ്റെ ഒരു സെർവർ ഇഷ്യൂവിൽ വന്നിരിക്കുന്നത് മിസ്റ്റേക്കാണ്. സെർവറിൽ വന്നിരിക്കുന്ന കുറച്ച് ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് മാറിപ്പോയി. അങ്ങനെ വന്നിരിക്കുന്ന കുറച്ച് ഡാറ്റ എറർ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് ലോൺ അക്കൗണ്ടുകളിൽ ഇല്ലാത്ത കുറച്ച് അതർ ലോൺ എമൗണ്ടുകൾ കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ദിവസമായിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ബൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കേസുകൾ. അപ്പോൾ അത് നമ്മളിപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എൻട്രികളിലെ പിശകുകൾ മാറ്റാൻ കമ്പനി 7 ദിവസത്തെ സമയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുന്നതിന് പ്രാദേശിക ശാഖകളിൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സ്ഥാപിച്ചു. ശ്രീറാം ഫിനാൻസിന്റെ മേഖലയിലെ വിവിധ ശാഖകളിലേക്ക് CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.